മണികണ്ഠൻ എന്ന വാക്കിന് എന്താണ് അർത്ഥം എന്നറിയോ? കണ്ഠത്തിൽ മണി കെട്ടിയവനാണ് മണികണ്ഠൻ. അപ്പം മണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നിം നിം നടിക്കുന്ന മണിയല്ല. മണി എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ രത്നം എന്നാണ് അർത്ഥം. അപ്പോൾ കഴുത്തിൽ രത്നം കെട്ടിയവനാണ് മണികണ്ഠൻ. മണികണ്ഠൻ എന്നൊരു പേര് നമ്മുടെ അയ്യപ്പസ്വാമിക്ക് ഉണ്ടല്ലോ. അപ്പോൾ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് മണികണ്ഠൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടിക്കുന്ന നിം നിം അടിക്കുന്ന മണി കഴുത്തിൽ കെട്ടിയ ആളെന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ പിന്നീടാണ് സ്യമന്തക മണിയുടെ കഥ കേട്ടപ്പോഴാണ് ഇത് രത്നമാണെന്ന് മനസ്സിലായത്. പറഞ്ഞു വന്നത് സ്യമന്തകം എന്ന രത്നത്തിൻ്റെ കഥയാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരക ഭരിക്കുന്ന കാലത്ത് അവിടെ സത്രാജിത്ത് എന്ന പേരുള്ള ഒരു യാദവനുണ്ടായിരുന്നു. അദ്ദേഹം വലിയ സൂര്യഭക്തനായിരുന്നു. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം സൂര്യനെ തപസ്സുകൊണ്ട് പ്രസാദിപ്പിച്ച് പ്രത്യക്ഷപ്പെടുത്തി സൂര്യനിൽ നിന്നൊരു അനുഗ്രഹം വാങ്ങി. സൂര്യഭഗവാൻ അദ്ദേഹത്തിന് വിശിഷ്ടമായൊരു രത്നം കൊടുത്തു. ഈ രത്നത്തെ ദിവസവും വേണ്ട രീതിയിൽ പൂജിച്ചാൽ നിനക്ക് 8 ഭാരം സ്വർണം ഓരോ ദിവസവും കിട്ടുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സത്രാജിത്തുവിന് ഭയങ്കര സന്തോഷമായി. കാരണം സ്വർണമാണ് കിട്ടുന്നത്, വലിയ അളവിൽ സ്വർണം ദിവസവും കിട്ടുമെന്ന് കേട്ടപ്പോൾ അദ്ദേഹം സൂര്യനെ പോലും മറന്ന് ഈ രത്നവും കൊണ്ട് വീട്ടിലേക്ക് പോയി. ഇവിടെ ചെന്ന് ആദ്യം ഭാര്യയോട് മാത്രമേ ഇത് പറഞ്ഞുള്ളൂ, വേറെ ആരോടും പറയാനുള്ള ധൈര്യമില്ല. കള്ളന്മാരാരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോയാലോ. അങ്ങനെ ഓരോ ദിവസവും പൂജിച്ച് വലിയ സ്വർണ്ണമൊക്കെ കിട്ടി. അങ്ങനെ കുറച്ചു കാലം പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ക്രമേണ പൂജിക്കുന്നതിൽ ശ്രദ്ധ കുറഞ്ഞു സത്രാജിത്തിന്. പിന്നെ എന്താണ്, അവനവന് വലിയൊരു സാധനം ആരും അറിയാത്ത ആർക്കും ലഭിക്കാൻ സാധ്യതയില്ലാത്തൊരു സാധനം നമുക്ക് കിട്ടിയെന്നറിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? അത് കഴിയുന്നതും ബാക്കിയുള്ളവരോട് എങ്ങനെയെങ്കിലും കുറച്ച് പറയാൻ ശ്രമിക്കും. അപ്പോൾ സത്രാജിത്തും അതെ, ഇത് 4 ആളെ കാണിക്കാൻ മോഹിച്ച് ഇത് തൻ്റെ കഴുത്തിൽ കെട്ടി തൂക്കി നടക്കാൻ തുടങ്ങി. അപ്പോൾ ആളുകൾ ചോദിക്കും, ഓ സത്രാജിത്തെ, ഇത്ര ദിവ്യമായ ഒരു രത്നം ഇതെവിടുന്നാന്ന് ചോദിക്കുമല്ലോ. അപ്പോൾ സത്രാജിത്ത് ഇങ്ങനെ ആളുകളുടെ മുമ്പിൽ ആളായിക്കൊണ്ട് അങ്ങനെ ഞെളിഞ്ഞ് നടക്കാൻ തുടങ്ങി. മാത്രമല്ല ഈ രത്നത്തിൻ്റെ ഒരു ശോഭ, അതിൻ്റെ ഒരു പ്രകാശം കാരണം സത്രാജിത്ത് വരുന്നതിന് മുമ്പേ ഈ വെളിച്ചമാണ് മുന്നോട്ട് വരിക. ആളുകൾ മുഴുവൻ ശ്രദ്ധിക്കും സത്രാജിത്തിനെ. അങ്ങനെ ഇതും കൊണ്ട് അദ്ദേഹം ഒരിക്കൽ ഈ ദ്വാരകയിലെ സുധർമ്മ സഭയിലേക്ക് എത്തി. സുധർമ്മ സഭ എന്ന് പറഞ്ഞാൽ അവിടെ ധാരാളം ആളുകൾ കൂടിയിരിക്കുന്ന, മന്ത്രിമാരും ശ്രീകൃഷ്ണ ഭഗവാനും ബലരാമസ്വാമിയും എല്ലാവരും കൂടിയിരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സഭയിലേക്ക് സത്രാജിത്ത് ഈ രത്നവും കഴുത്തിൽ തൂക്കിക്കൊണ്ട് കയറി ചെന്നു. ഇത് കണ്ടപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനും ചോദിച്ചു, ഓ സത്രാജിത്തെ, എന്തൊരു ശോഭയാണ് ഈ രത്നത്തിന്, ഇത് എവിടുന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചു. അപ്പോൾ സത്രാജിത്ത് ഉള്ള കാര്യം മുഴുവൻ പറഞ്ഞു. അങ്ങനെ സൂര്യഭഗവാൻ എനിക്ക് തന്നതാണെന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ സത്രാജിത്തിനോട് പറഞ്ഞു, ഇത് ഇങ്ങനെ കഴുത്തി തൂക്കി നടക്കുന്നതൊക്കെ ആപത്താണ് കേട്ടോ. വല്ല കള്ളന്മാരും മോഷ്ടിച്ച് കൊണ്ടുപോയാൽ പിന്നെ വീട്ടിൽ വെച്ചാൽ അതും ഒരാപത്താണ്. കാരണം അങ്ങയുടെ പത്നിയും കുടുംബമൊക്കെ വീട്ടിലുള്ളതല്ലേ, അവർക്കും ഇതുകൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. കള്ളന്മാർ വല്ലതും ചെയ്താലോ. ഒരു കാര്യം ചെയ്തോളൂ, അങ്ങ് ഈ ഖജനാവിൽ വെച്ചോളൂ, അല്ലെങ്കിൽ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് വെച്ചോളൂ. ദിവസവും പൂജിക്കപ്പെടേണ്ട രത്നമല്ലേ. ഇവിടെയാണെങ്കിൽ ധാരാളം ആളുകൾ പൂജകൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഇവിടെ വെച്ചാൽ വേണ്ടതുപോലെ പൂജിക്കുകയും ചെയ്യാം, അങ്ങേക്ക് സുരക്ഷിതമായിട്ട് ഗൃഹത്തിലിരിക്കുകയും ചെയ്യാം.